കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കല്ലേ ഏറ്റവും നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ല. ജയിപ്പിച്ച ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമല്ലേ കോൺഗ്രസ് നിറവേറ്റിയത്. ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ നിലപാടെടുത്തിട്ടുണ്ട്? അത് നിങ്ങൾ എന്താ പറയാത്ത? അതല്ലേ പറയണ്ടേ. നമസ്കാരം. വി.ഡി. സതീശൻ പിണറായി വിജയനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അതായത് ഞങ്ങൾ അന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു, സസ്പെൻഡ് ചെയ്തു. പിന്നീട് പാർട്ടിക്ക് തന്നെ നേരിട്ട് പരാതി വന്നപ്പോൾ അത് പോലീസിന് കൈമാറി. ഞങ്ങൾ അദ്ദേഹത്തെ ആ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. എന്നാൽ നിങ്ങളുടെ പാർട്ടിയിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടോ? നിങ്ങളുടെ ഓഫീസിലല്ലേ, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോണത്, നിങ്ങളുടെ ഓഫീസിലല്ലേ പി ശശി പ്രവർത്തിക്കുന്നത്? കണ്ണൂരിലെ ഒരു MLA-യുടെ മകളെ പാർട്ടി ഓഫീസിൽ വെച്ച് കയറി പിടിച്ചതിനല്ലേ, പീഡിപ്പിച്ചതിനല്ലേ അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കിയത്? ഹോസ്ദുർഗിൽ ഒരു റിസോർട്ടിൽ വെച്ചൊരു DYFIയുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്തതിനല്ലേ നിങ്ങളെ പി ശശിയെ പുറത്താക്കിയത്? ആ റിപ്പോർട്ട് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ? പോലീസിന് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ പി ശശിയെ എന്താ ചെയ്തത്? തിരുവനന്തപുരത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വീണ്ടും നിയമിച്ചു. 1996-2001 കാലത്ത് E.K. നായരുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യഭിചാരശാലിയാക്കിയ ആളാണ് പി ശശി. അദ്ദേഹത്തിൻ്റെ അന്ന് ചെയ്ത പ്രവർത്തികൾ വീഡിയോ ആയിട്ട് തന്നെ ക്രൈമിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. 1999 ജൂൺ 30 അർദ്ധരാത്രി ഓഫീസിൽ പോലീസിനെ കയറ്റി, അർദ്ധരാത്രി 1 മണിക്ക് പോലീസിനെ ഓഫീസിൽ കയറ്റി ആ വീഡിയോകളൊക്കെ കടത്തിക്കൊണ്ട് പോയില്ലേ? അതേപോലെ തന്നെ ആണ് നമ്മളെ കൊല്ലം MLA ആരാണ്? മുകേഷാണ്. മുകേഷ് എന്ന് പറഞ്ഞാൽ പെണ്ണുപിടിയനാണ്. പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞാൽ ബലാത്സംഗ കേസിൽ പ്രതിയാണ്. എന്തേ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിക്കാത്തത്? എന്തിന് ഗണേശൻ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി. അതായത് സരിതാ നായർ എന്ന് പറയുന്ന ഒരു ആൾക്ക്, ഒരു ഭൂലോക തട്ടിപ്പുകാരിക്ക് 10 കോടി രൂപ കൊടുത്ത് ഗണേശനും പിണറായിയും കൂടി പ്ലാൻ ചെയ്ത് ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി. അന്ന് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം അത് വലിയ കവർ ചെയ്തു. CPM ഏറ്റെടുത്ത അവസാനം ഉമ്മൻചാണ്ടിയെ തോൽപ്പിച്ചു. അദ്ദേഹത്തിനെതിരെ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI അന്വേഷണം നടത്തി. എന്നിട്ട് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കിയോ? എവിടെയും തെളിവുണ്ടായോ? ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കി ആരോപണം വന്നപ്പോൾ പിന്നെ പോലീസാണ് തെളിയിക്കേ, അദ്ദേഹം അഗ്നിശുദ്ധി കഴിച്ച് വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുപോലെ പല കാര്യങ്ങളുണ്ടാകും, അത് അഗ്നിശുദ്ധി കഴിച്ച് വരട്ടെ. ഇതേപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാർ, പിന്നെ കടകംപള്ളി, പിന്നെ വാസു തുടങ്ങി സകല ആൾക്കാരും, എന്തിന് പിണറായി തന്നെ ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടാം. ആരെയാണ് അതുപോട്ടെ, അറസ്റ്റ് ചെയ്ത ആൾക്കാർ, ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും പാർട്ടി അവിടെ നിർത്തുമോ? എന്തുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? അതായത് കൃത്യമായി മാർക്സിസ്റ്റ് പാർട്ടി CPM-നോട് വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ. ധൈര്യമുണ്ടോ പി ശശിയെ പുറത്താക്കാൻ? പി ശശി, ഞാൻ അതിൻ്റെ ഈ കാര്യത്തിൽ ഞാനാണ് കണ്ണൂർ കോടതിയിൽ കേസ് കൊടുത്തത്. അവിടെ ഈ പിണറായി വിജയൻ തെളിവ് ഹാജരാക്കുക, അതായത് അന്വേഷണ കമ്മീഷൻ, പാർട്ടി അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കാതെ മൊഴി കൊടുക്കാതിരുന്നുകൊണ്ടാണ് അവിടെ തള്ളിപ്പോയത്. അപ്പോൾ ആ രേഖ പിണറായി വിജയൻ്റെ കൈവശമുണ്ട്. ധൈര്യമുണ്ടോ ആ രേഖ പോലീസിൽ കൊടുക്കാൻ, കേസെടുപ്പിക്കാൻ പി ശശിയെ? ഇന്ന് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ആണല്ലോ പി ശശി. ഇതൊക്കെ തന്നെയാണ് വി.ഡി. സതീശൻ ഡയറക്റ്റായി ചോദിച്ചത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളുടെ പല നേതാക്കന്മാർക്കെതിരെയും ഇതേപോലെ പരാതികൾ വന്നപ്പോൾ, തെളിവുകൾ വന്നപ്പോൾ നിങ്ങൾ പൂഴ്ത്തിവെക്കുകയല്ലേ ചെയ്തത്? ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെയും വാസുവിനെയും കടകംപള്ളിയെയൊക്കെ പിണറായി വിജയൻ സംരക്ഷിക്കുകയല്ലേ എന്ന് ചോദിച്ചത് ആരുമല്ല, വി.ഡി. സതീശനാണ്. ആ ചോദ്യത്തിന് ധൈര്യമുണ്ടോ മറുപടി പറയാൻ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.